നമ്മളോട് നിർത്താൻ ആവശ്യപ്പെടുന്നു. ഒറ്റ കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോടും ആരെയും യാതൊരു നിലക്കും ഞങ്ങൾ തെറി പറയുകയോ അതുപോലെയുള്ള കാരണങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മറുഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഈ സുന്നികൾ പോലും പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടോളൂ. അങ്ങനെ ഇത് അവസാനിക്കുകയും ചെയ്യും. കല്യാണവും ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാലല്ല. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്താൻ. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും, ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ്, അപ്പൊ 04995 ഞാന് ഇവിടെ വയനാടിൽ ഫോണ് എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണെന്നാണ് വിളിക്കുന്നത്. ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാണ്. ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കാം, ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാം. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്തെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോ പിന്നെ എവിടെ ഷാഹുലെ, ഏടെ ഫറോക്ക് കോടമ്പുഴ ഏപ്പിക്കാരൻ നടത്തുന്ന ബൂത്തുന്ന. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവനൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാര്? എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം. എന്ത് മനുഷ്യന്മാരെ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാം. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ, നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീനുണ്ടാവും തോന്നുന്നുണ്ട്. തലക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്താ റഹ്മത്തുള്ളത് പറയുമ്പോൾ ഇവിടെ പലരും രാവും പകലിലൊക്കെ എതിർക്കണ്ടല്ലോ. എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ടിടാത്ത വാദം ഇവിടെ നടക്കൂലാന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇവർക്കൊക്കെ പറ്റിയതെങ്ങനെ പറഞ്ഞറിഞ്ഞൂടെ? അതിന് ഇവര് കെട്ടിയ ഓളാകണ്ടേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇത് എവിടെ ഇതിന്റെ ബാക്കിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെ ബൂത്തിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്, അവരാരാണ് എന്നൊക്കെ. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് അന്തിമ വാക്കല്ല. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയമുണ്ട്. തെളിവുകൾ നിരത്തി കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് അവസരമുണ്ട്. ഈ നാട്ടുകാരായ ആളുകളോട് ഒരു മഹത്തായ സാൽവേഷൻ വരാനുണ്ട്. ആ സാൽവേഷൻ നിങ്ങൾ നെഞ്ചിലെ